നമസ്തേ. നോമ്പ് പുതിയ അനുഭവങ്ങളിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഇതുവരെ കാണാത്ത ഇടങ്ങളിലേക്കുള്ള യാത്ര, മഹത്തായ സ്വപ്നങ്ങളുടെ പിന്നാലെയുള്ള സഞ്ചാരം. ഏതാണ്ട് അബ്രഹാമിന്റേതുപോലെ തന്നെ ഒരുതരം യഥാസ്ഥാനപ്പെടൽ തന്നെയാണിത്. ശരിക്കും നാം ആയിരിക്കേണ്ട ഇടത്തിലേക്കുള്ള യാത്ര തന്നെ. ഇത് നമ്മുടെ അറിവുകളിൽ നിന്നുള്ള മോചനമാണ്. ഫ്രീഡം ഫ്രം ദ നോൺ. ജിദ്ദു പറയുന്നത് പോലെ നമ്മിൽ തന്നെയുള്ള ആശ്രയത്വത്തിൽ നിന്നുള്ള മോചനമാണ്. നമ്മുടേതായ ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനമാണ്. ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലുണ്ട്, If you want to walk on water, you have to get out from your boat. ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് ഒരു തൊഴിലല്ല, വിളിയാണ് എന്നോർമ്മിപ്പിക്കുന്ന പുസ്തകം. പോത്തിഫറിന്റേതൊരു തൊഴിലും ജോസഫിന്റേത് ഒരു വിളിയുമായിരുന്നുവെന്ന് തുടങ്ങി നിരവധി ഉദാഹരണങ്ങളുള്ള പുസ്തകം. യേശുവിന്റെ കൂടെ നടക്കണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള പലതും ഉപേക്ഷിക്കേണ്ടി വരും. ഇതാണ് ശിഷ്യത്വത്തിന്റെ ആദ്യപടി എന്ന പാഠം കേട്ടിട്ടുണ്ടല്ലോ. ശീമോൻ വലയും സബദി മക്കൾ അപ്പനെയും വള്ളത്തെയും ലേവി ചുങ്കപ്പെട്ടിയെയുമൊക്കെ ഉപേക്ഷിക്കുന്നതിന്റെ പാഠം തന്നെ. നമുക്കും ഉപേക്ഷിക്കാൻ ചിലതുണ്ട്. ഇപ്പോഴും വല പോലുള്ള ചില കെണികളും വഷളായിപ്പോയ ചില പിന്തുടർച്ചകളും സാമ്പത്തിക ഇടപാടുകളുമൊക്കെ തന്നെ. ഉദ്ദേശിച്ചത് നമ്മുടെ കംഫർട്ട് സോണുകളെ തന്നെ സഖാവേ. ഒരുപക്ഷെ യേശുവിനെക്കുറിച്ചുള്ള തന്റെ അറിവ് പോരാ എന്നതിൽ നിന്നാവും സക്കായി ഓടിയത്. അതേപോലെ പുരുഷാരത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നാണ് അയാൾ മരക്കൊമ്പിന്റെ അപകടകരമായ സാഹസികതയിലേക്ക് കയറിപ്പോയത്. ശരിക്കും അയാൾ തന്റെ ആഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് ഉയർത്തുക തന്നെയാണ് ചെയ്തത്. സത്യത്തിൽ ഇതുകൊണ്ടൊക്കെയാവുമോ തമ്പുരാൻ അയാളുടെ ഭവനത്തിലെത്തിയിട്ട് പറയുന്നത്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന്. നോമ്പ് വിശ്വാസത്തിന്റെ രാജവീതികളെ തെളിച്ചെടുക്കുന്ന സുന്ദരയാത്രയാണ്. ഹൃദയത്തിൽ ഇന്നേ വരെ തോന്നിയിട്ടില്ലാത്ത പുത്തൻ അനുഭവങ്ങളെ സമ്മാനിക്കുന്ന പ്രയാണം. പ്രാർത്ഥിക്കാം. ദൈവമേ, തിന്മയിൽ എന്റെ ശരീരം നിലനിൽക്കുകയോ എന്റെ ഹൃദയം പതറുകയോ ചെയ്യരുതേ. എന്റെ ശരീരം ദേവാലയവും എന്റെ ഹൃദയവും ശുദ്ധസ്ഥലവുമായിരിക്കണമേ. ആമേൻ. ആദരവോടെ സഖേർ.